റെജി ലൂക്കോസ്, അതായത് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ അധികാരത്തിലില്ലാത്തിരിക്കുന്ന ഒരു PB അംഗം, 4 CC അംഗങ്ങൾ, 3 ജില്ലാ സെക്രട്ടറിമാർ, ഒരു മന്ത്രി, പിന്നെ സ്വതന്ത്രന്മാർ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ശരിയാണ്. നമ്മുടേത്, അതിനു മുൻപ് എനിക്ക് കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിൽ പറയാനുള്ളത്, നമ്മുടേത് വളരെ രാഷ്ട്രീയ കൗതുകമുള്ളൊരു നാടാണ്. ഏറ്റവും കൂടുതൽ വാർത്ത അനുഭവിക്കുന്നതും വാർത്ത തേടിയെത്തുന്നതുമായ ഒരു സമൂഹമാണ്. ഇവിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും അതിന്റെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ടാണ് ഈ പേരുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ വടകരയിൽ KK ശൈലജയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു, കണ്ണൂരും പറഞ്ഞു കേൾക്കുന്നു, ഇങ്ങനെ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ചില സ്വതന്ത്ര പരീക്ഷണങ്ങൾ എന്ന് ചില മാധ്യമങ്ങൾ എഴുതുന്നുമുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഈ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ മുന്നണി? ആദ്യം പറയാനുള്ളത്, CPM-നെ സംബന്ധിച്ചുള്ള CPM-ന് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ചില ചട്ടവട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് ശ്രീകുമാർ സാറിന് പറയാം. എവിടെയെങ്കിലും സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞുകൊണ്ട് CPM പിന്നെ എവിടെയൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? ശ്രീകുമാർ സാറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ മത്സരിക്കാനായിട്ട് തയ്യാറാവുമെന്ന് പറഞ്ഞ്? CPM-നെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷേ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗതികേട് നിങ്ങൾക്കാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് സിറ്റിംഗ് MP-മാർക്കെല്ലാം സീറ്റ് കൊടുക്കുന്നത്? കേരളത്തിൽ വളരെ വ്യക്തമല്ല. ജനദ്രോഹികളെന്നും ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റബിൾ അല്ലാത്ത ചില MP-മാരുണ്ടെന്നുള്ള ശ്രീകുമാർ സാറിന് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ ആരുടെ പേര് ഉന്നയിക്കുന്നില്ല. അവരെ മാറ്റാനുള്ള ഗതി നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. അതിനുള്ള പവറില്ല നിങ്ങളുടെ പാർട്ടിക്ക്. ആരെങ്കിലും മാറ്റി പുതുമുഖങ്ങളെ പരീക്ഷിക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ പാർട്ടിയില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെടിവെപ്പും തീവെപ്പും ഉണ്ടാകും നിങ്ങളുടെ പാർട്ടിക്കകത്ത്. അതുകൊണ്ടാണ് ഗതികേട് കൊണ്ട് ഈ ജനവിരുദ്ധരായിട്ടുള്ള കേരളത്തിൻ്റെ വികസന ദ്രോഹികളെന്ന് അറിയപ്പെടുന്ന ഈ നിങ്ങളുടെ ഈ MP-മാർക്ക് വീണ്ടും സീറ്റ് കൊടുക്കുന്നത്. എന്തെങ്കിലും പുതുമയുണ്ടോ? എന്തെങ്കിലും പുതുമയുണ്ടോ? 4ാമത്തെ 5ാമത്തെ തവണയൊക്കെ ഓരോരുത്തർ നിങ്ങൾ സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരു MP പരസ്യമായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഓൺലൈൻ ചാനലിൽ കൊടുത്ത അഭിമുഖം ഞാൻ കേട്ടയാളാണ്. എൻ്റെ വീഡിയോ ഉണ്ട്. എനിക്ക് ഇത്തവണ മത്സരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ ആരാ? കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം 9 തവണ മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ചു. 9 തവണ. ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് MP-യാണ് അദ്ദേഹം. ആ മണ്ഡലത്തിൽ ജനങ്ങളാൽ ഒരു പരിധിവരെ നല്ലൊരു ശതമാനം ജനങ്ങളും അദ്ദേഹത്തെ വെറുത്തു കഴിഞ്ഞു. കാരണം യാതൊരു പ്രയോജനവുമില്ല. ഇനി പ്രയോജനമില്ല എന്നതിന് ഉപരിയായിട്ട് തിങ്ങിക്കൂടി, അതായത് എഴഞ്ഞു നീങ്ങുന്ന കേരളത്തിന് ഒരു സമാന്തര ഒരു ഹൈവേ, MC റോഡ്, ഒരു സമാന്തര ഹൈവേ, തിരുവനന്തപുരത്ത് അങ്കമാലി വരെയുള്ള ഹരിത ഹൈവേക്ക് തത്വത്തിൽ കേന്ദ്ര ഉപരിതല മന്ത്രാലയം അനുമതി നൽകിയപ്പോൾ അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിവേദനം കൊടുത്ത ആ മനുഷ്യനെ പറ്റിയൊക്കെ നിങ്ങൾ വീണ്ടും കൊണ്ട് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ്. അവിടെ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിലും മറ്റൊരാളെ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞ് വെടിവെപ്പും തീവെപ്പും ഉണ്ടാവും നിങ്ങളുടെ മുമ്പിൽ. അപ്പം നിങ്ങളാണ് ശരിക്കും പറയുന്നത് ഗതികേടിൽ നിൽക്കുന്നത്. രണ്ടാമത്, നിങ്ങൾക്ക് ആലപ്പുഴയും കണ്ണൂരും നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. നിങ്ങൾക്ക് ഇതുവരെ ആലപ്പുഴ ഒരു സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനോ കണ്ടെത്താനോ സാധിച്ചിട്ടുണ്ടോ? കണ്ണൂർ സുധാകരൻ ഇപ്പം നിലപാട് മാറ്റി ഞാൻ തന്നെ മത്സരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗതികേടെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഒറ്റ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തോമസ് ചാഴികാടൻ. അത് EC വാക്കവർ. ഞാൻ കോട്ടയത്തായിരിക്കുന്നത്. EC വാക്കവർ അദ്ദേഹത്തിനൊരു എതിരാളിയേ അല്ല ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജോസഫ് ഗ്രൂപ്പിന് സ്ഥാനാർത്ഥി. ആരെങ്കിലും രാഷ്ട്രീയപരമായ രീതിയിൽ എതിർത്താലും ഗ്രൗണ്ട് റിയാലിറ്റി അതാ. ബാക്കി വരാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വെക്കുമ്പോൾ നിങ്ങൾ ഞടുങ്ങും. തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് ഇടപെടുന്ന, ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ പേരുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അത് അവർ ഗസ് ചെയ്യുന്നതാണ്. അത് പത്രക്കാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആരും പറയുന്ന മുഖങ്ങളായിരിക്കില്ല. പാർട്ടി ഔദ്യോഗികമായിട്ട് സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്ത് അത് താഴെ ഘടകങ്ങളിലേക്ക് കൊടുത്ത് അത് വീണ്ടും പാർട്ടിയുടെ സെക്രട്ടറിയിലേക്ക് ഉന്നത ഘടകത്തിലേക്ക് വന്ന് അനൗൺസ് ചെയ്യുമ്പോൾ അത് 27-ാം തീയതി സംഭവിക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയും ഒരു പരീക്ഷണത്തിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകത്തില്ല. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ കേരളത്തിനെതിരെ നിങ്ങൾ നടത്തിയ സമരകോലാഹലങ്ങൾ, അതിൻ്റെ പേരിൽ വാങ്ങിയ കോടികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, കേരളത്തിനെ ഒറ്റുകൊടുത്തവർ, കേരളത്തിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ പ്രതീക്ഷകളെ പോലും തകർത്ത നിങ്ങളുടെ ഈ ലോകസഭയിലെ മെമ്പർമാർക്ക് വിവരമുള്ള ഏതെങ്കിലും മലയാളി വോട്ട് ചെയ്യുമോ? എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ. പ്രിയപ്പെട്ട സന്ദീപ് വാര്യരുടെ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഭരണപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കല്ലേ വോട്ട് ചെയ്യേണ്ടതെന്നുള്ളവരും. ഭരണപക്ഷത്തിരുന്ന് രണ്ട് മലയാളികളുണ്ടായിരുന്നല്ലോ. 2 കേന്ദ്ര സഹമന്ത്രിമാർ മലയാളികളുണ്ടായിരുന്നല്ലോ. ജയിച്ചത് മറ്റു സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും സ്വന്തം ജന്മനാടിനെ കളിയാക്കാനും
സ്വന്തം ജന്മനാടായ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും സകല പദ്ധതികൾക്ക് എതിര് നിൽക്കാനും കേരളത്തിൽ ആഴ്ചയിൽ വന്ന് കേരളത്തെ കുറ്റപ്പെടുത്താനല്ലാതെ ഒരു നല്ല വാക്ക് ഈ കേരളത്തെക്കുറിച്ചോ കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് പറയണ്ട. ജനങ്ങളെക്കുറിച്ച് പറയാൻ അവർ വാ തുറന്നിട്ടുണ്ടോ? അവർക്കൊക്കെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാളി അല്ലാതാകണം. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ശരി.